എൻ്റെ വീടിൻ്റെ അടുത്തെത്തിയുള്ളൊരു പാടമുണ്ട്, റോഡ് സൈഡിൽ. ആ പാടത്തെത്തിയപ്പോൾ കുറേ ആൾക്കൂട്ടം നോക്കുമ്പോൾ കുറേ ഉസ്താദുമാരാണ്. നോക്കുമ്പോൾ ഞാൻ വൈഫോസിക്ക് പോകുമ്പോൾ കുറേ റോഡ് സൈഡിൽ ഒരു 100 മുള ഇങ്ങനെ കുത്തി വെച്ചിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി സമസ്തയുടെ 100ാം വാർഷികമായിട്ടുള്ള പരിപാടി ആയിരിക്കും, എന്തെങ്കിലും പതാക നാട്ടാനായിരിക്കും. 100ാം വർഷമാണല്ലോ, 100ാമത്തെ വാർഷികമാണല്ലോ. അപ്പോൾ 100 മുളങ്കോലുകളുണ്ട്, പതാകകളൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ ഈ വരുന്ന വഴിയിൽ നോക്കുമ്പോൾ കുറേ ഉസ്താദുമാർ, തൊപ്പിയിട്ട ആളുകൾ എല്ലാവരും കൂടിയിട്ട് ഈ പതാക പൊക്കാനുള്ള ശ്രമമാണ്. ഞാൻ വേഗം ബൈക്ക് നിർത്തി എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ആ പാടത്ത് റോഡിനോട് ചേർന്നിട്ട് ഒരു സമസ്തയുടെ 100ാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പതാക ഉയർത്തുന്നത് കാണുമ്പോൾ നമ്മളതിൽ പങ്കെടുത്തില്ലെങ്കിൽ മോശമല്ലേ? പങ്കെടുക്കേണ്ട നമ്മുടെ നിർബന്ധിത കടമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 3-4 ദിവസത്തെ ഒരു യാത്ര ഒക്കെ കഴിഞ്ഞ് വന്ന് ഇന്നലെ രാത്രിയാണ് തിരിച്ചെത്തിയത്. അപ്പോൾ രാവിലെ ഞാൻ എൻ്റെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്ക് ചോറ് കഴിക്കാൻ പോയിട്ട് വൈഫോസിൽ നിന്ന് വരുമ്പോഴാണ് ഈ അസുലഭ സുന്ദര നിമിഷത്തിൽ ഞാനും പങ്കാളിയായത്. സമസ്തയുടെ ഒരു ഭാഗമാവുക എന്ന് പറഞ്ഞാൽ, സമസ്തയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വരെ പണ്ട് മദ്രസയിൽ നിന്ന് തന്ന ഒരു എന്താ പറയുക നെയിം സ്ലിപ്പാണ്. നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി നമ്മൾ വാതിലുമേലൊക്കെ ഒട്ടിക്കുമായിരുന്നു. ഇപ്പോൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഒരു വിഭാഗം ആളുകൾ പങ്കെടുക്കുന്നില്ല, ഒരു വിഭാഗം ആളുകൾ അകറ്റി നിർത്തുന്നു. അങ്ങനെ പല എനിക്ക് അത്തരം വിഭാഗീയതയെക്കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഒരു കാര്യം ഉറപ്പാണ്, സമസ്തയുടെ നേതൃത്വം എന്ന് പറഞ്ഞാൽ ജിഫ്രി തങ്ങൾ മാഷാ അല്ലാ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇന്നത്തെ ഒരു കാലത്ത് സമസ്തയെ നിയന്ത്രിക്കാനും നയിക്കാനും പറ്റിയൊരു നേതൃത്വമാണ്. അള്ളാഹു ആ ജിഫ്രി തങ്ങൾക്ക് ആഫിയത്തും ഇസ്സത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഞാനങ്ങനെ പറയാൻ കാരണം, ചില എന്താ പറയുക, ഈ ഒരു പത്രസമ്മേളനങ്ങളൊക്കെ നടത്തുമ്പോൾ പലപ്പോഴും പല ആളുകളും പത്രക്കാരുടെ ചോദ്യങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കിയിട്ട് എന്തെങ്കിലും വിവാദങ്ങളിൽ പോയി ചാടും. പക്ഷെ ജിഫ്രി തങ്ങളുടെ മുൻപിൽ, ജിഫ്രി തങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ മുൻപിൽ പത്രക്കാരവിടെ മുട്ടുമടക്കുന്ന രീതിയിലാണ്. കാരണം അത്രയും കാണിശമായിട്ട് അദ്ദേഹം സംസാരിക്കും. ഞാൻ ഈ ജിഫ്രി തങ്ങളെ ഞാൻ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ല. മാഷാ അല്ലാഹ് എനിക്കൊരിക്കൽ കാണണമെന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ സന്ദേശയാത്ര കന്യാകുമാരിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത്. നമ്മളിന്ന് രാവിലത്തെ വീഡിയോയിൽ ചോദിച്ചിരുന്നു എവിടെ നിന്നാണ് സന്ദേശയാത്ര സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. കന്യാകുമാരിയിൽ നിന്നാണ് ശരിയായ ആൻസർ. എല്ലാവരും ആൻസർ എഴുതി മാഷാ അല്ലാഹ്. അപ്പോൾ ആ ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിൽ സമസ്തയുടെ ഒരു സന്ദേശ റാലി വരുന്നുണ്ട്. എവിടുന്നെങ്കിലും അതിനൊരു പാർട്ടിസിപ്പൻ്റ് ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. മാഷാ അല്ലാഹ് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇന്ന് എൻ്റെ വീടിനടുത്തുള്ള ഈ ഒരു എന്താ പറയുക പതാക നാട്ടൽ, അതിന് വേറെ എന്തെങ്കിലും ഒഫീഷ്യലി പേരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടട്ടാ. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ കണ്ടൊരു കാഴ്ച, ആ സന്തോഷം കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഞാനിന്ന് വേറൊരു സബ്ജക്റ്റാണ് ഞാൻ വീഡിയോയിൽ പറയാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ വീട്ടിലേക്ക് വന്നപ്പോൾ ആ സബ്ജക്റ്റ് മാറ്റി ഈ ഒരു സബ്ജക്റ്റ് തന്നെ നമ്മൾ കണ്ട സന്തോഷം വകുപ്പിൻ്റെ